ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാം തോണ്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഈ ഒരു വീഡിയോ എന്റെ കണ്ണിലേക്ക് പെട്ടത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നെസ്ലിന്റെ വീഡിയോ ആണ്. അപ്പൊ നെസ്ലിനാണെങ്കിൽ ഇങ്ങനെ പോകുന്നതാണ് ഒരു സ്ഥലത്തേക്ക്. അതായത് ഇപ്പൊ സിനിമയുടെ പുള്ളിക്കാരന്റെ ആലപ്പുഴ ജിങ്കാന പടമൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ആലപ്പുഴ ജിങ്കാന എന്തായാലും ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ എന്തായാലും അതിനകത്ത് നല്ല രീതിക്കുള്ള റെസ്പോൺസും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. നെസ്ലിന്റെ അഭിനയത്തിനകത്താണെങ്കിലും നെസ്ലിൻ ഇങ്ങനെ പടിപ്പടിയായിട്ട് കയറിക്കൊണ്ടിരിക്കണല്ലോ നെസ്ലിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ. അപ്പൊ അത്യാവശ്യം ഇപ്പൊ തന്നെ നെസ്ലിന് അത്യാവശ്യം നല്ല രീതിക്ക് ഫാൻസും അത്യാവശ്യം ക്രൗഡ് പുള്ള് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവം നെസ്ലിൻ ഇപ്പൊ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് നെസ്ലിൻ ഇപ്പൊ ഒരു സെലിബ്രിറ്റിയാണ് എന്തായാലും. അപ്പൊ ആ ഒരു സമയത്ത് നെസ്ലിൻ ഇങ്ങനെ ഇതിന്റെ ഒരു പരിപാടിക്ക്, പ്രൊമോഷന്റെ ഒക്കെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേക്കും നെസ്ലിൻ അങ്ങോട്ട് പോണേണ്. ഇപ്പൊ ഈ ഒരു വീഡിയോ നമുക്ക് ഒന്നും കൂടെ ഒന്ന് കണ്ടു നോക്കാം, എന്നിട്ട് നമുക്ക് പറയാം. കണ്ടല്ലേ, നെസ്ലിൻ അങ്ങോട്ട് പോകാൻ പോണേണ്. പോകുമ്പോഴത്തേക്ക് ഒരുത്തൻ അങ്ങോട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു നിർത്തണേണ്. നെസ്ലിൻ അങ്ങ് പിടിച്ചു നിർത്തണേണ്. അപ്പൊ ഇവന്റെയൊക്കെ വിചാരം എന്താണ്, ഇങ്ങനെ കുറെ ഊളകളുണ്ട് കേട്ടോ. അതായത് ഈ സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ടൊക്കെ ഇവന്റെ വീട്ടിനകത്ത് അല്ലെങ്കിൽ എന്റെ കുഞ്ഞമ്മയുടെ മോനാണെന്നൊക്കെയാണ് ഇവന്റെ വിചാരം എന്ന് പറഞ്ഞാൽ. അപ്പൊ കയറി അങ്ങ് പിടിക്കുമാര് അവിടെ പിടിച്ചു കഴിഞ്ഞിട്ട് പിടിച്ചങ്ങ് നിർത്തി കഴിഞ്ഞിട്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ട് നീ പോയാ മതി എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലേ, അത് വെച്ചിട്ടാണ് പിടിച്ചങ്ങോട്ട് നിർത്തണത്. ഏതാണ്ടൊക്കെ അവന്റെയൊക്കെ എന്തോ സ്വത്ത് പോലെയാണ് അവൻ പിടിച്ച് നിർത്തണേണ്ട തോന്നണത്. അപ്പൊ തന്നെ നെസ്ലിൻ പറഞ്ഞു വിടറ എന്ന് പറഞ്ഞിട്ട് നെസ്ലിൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞത് അതിന്റെ അടിയിലും കുറെ നെസ്ലിന് കമന്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നെസ്ലിൻ ഇവന് അഹങ്കാരമായി തുടങ്ങി, ഇവൻ എന്താണ് ഇത്രക്ക് ജാട, വന്ന വഴി മറക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കമന്റുകളാണ് ഇതിന്റെ അടിയിൽ കാണുന്നത്. എന്ത് വന്ന വഴി മറക്കരുത് എന്നാ പറയുന്നത്? നമ്മുടെ ദേഹത്ത് നമ്മുടെ അനുവാദം ഇല്ലാണ്ട് ഒരുത്തം കയറി പിടിച്ചു കഴിഞ്ഞാൽ അവരോട് എടാ വിടടാന്ന് പറഞ്ഞതാണ് ഇത്രയ്ക്ക് അഹങ്കാരമായിട്ട് ഇവരൊക്കെ പറയണത്. എനിക്ക് മനസ്സിലാവുള്ള കേട്ടോ. ഇങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും ഒരു സെലിബ്രിറ്റിനോടാണെങ്കിലും, സെലിബ്രിറ്റി എന്നല്ല ആരോടും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ അയാളുടെ ഒരു കംഫർട്ട് നോക്കിയിട്ട് ഇപ്പൊ തോളി കൈയിടുന്നതൊക്കെ നമുക്ക് വേണമെങ്കിൽ അയാളോട് ചോദിച്ചിട്ട് ഇടാം. അതായത് ഞാൻ തോളിൽ കൈ ഇട്ടോട്ടെ എന്ന് ചോദിച്ചിട്ട് നമുക്ക് ഇടുന്നതിന് തെറ്റില്ല. പക്ഷേ ഇതിപ്പോ ഒരു സ്ത്രീകളുടെ അടുത്തും ഇതേപോലെയുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഈ നെസ്ലിന്റെ കേസ് നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇവനൊക്കെ അധികാരം കൂടുതലാണ്. ഇപ്പൊ പെണ്ണുങ്ങളുടെ അടുത്തൊക്കെ ആണെങ്കിൽ പിന്നെയും അവര് പ്രതികരിക്കും എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഈ ആണുങ്ങളുടെ കേസിനകത്ത് ഭൂരിഭാഗം വരും പ്രതികരിക്കാറില്ല. പിന്നെ ഇവിടെ വെറുതെ തോളിൽ കൈയിടാൻ മാത്രമല്ല അവൻ ചെയ്തത്, അവൻ കയറി പിടിച്ച് നിർത്തി നെസ്ലിനെ. അപ്പൊ ഈ നെസ്ലിന്റെ ഇനി നമുക്ക് വേറൊരു വീഡിയോ ഉണ്ട്. നെസ്ലിൻ ഇങ്ങനെ ഈ പടമൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ എടുത്തൊരു വീഡിയോ ഉണ്ട്. അപ്പൊ അതിന് ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേക്ക് ഈ നമ്മുടെ ഓൺലൈൻ മീഡിയക്കാരൊക്കെ ആയിട്ടുള്ള ഒരു ഇൻട്രഡക്ഷൻ ആണ് കാണാൻ. ചോര ഒരു കുഴപ്പമില്ല. മീഡിയാസിന്റെ കെയറിങ് ഞാനൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ട് വന്നോ. പടത്തിലേറ്റിയാണോ? ജിങ്കാന അത് അവര് പറയും, റഹ്മാൻക്ക് അപ്ഡേറ്റ് ചെയ്യും എന്തായാലും. അതിന്റെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ വിടുന്നുണ്ട് ഓരോ വീക്കില്. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടല്ലേ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ആലപ്പുഴ ജിങ്കാനയൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ ആ ഒരു വീഡിയോനകത്ത് തന്നെ ഇപ്പൊ നെസ്ലിന്റെ ചെവിയിൽ നിന്ന് എന്തോ ചോര വരുന്ന പോലെ എന്തോ അങ്ങനെ എന്തൊക്കെയോ മീഡിയക്കാരൊക്കെ പറയുന്നുണ്ട്. അപ്പൊ തന്നെ നെസ്ലിന് അതിനെ ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അതിനെ അധികം എൻകറേജ് ചെയ്ത് കൊടുക്കള്ള ഈ മീഡിയക്കാരെ. കാര്യം മീഡിയക്കാരെ അധികം, ഓൺലൈൻ മീഡിയക്കാരെ പ്രത്യേകിച്ചും അധികം എൻകറേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇവര് എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കാൻ, നെസ്ലിന് വേറെ വല്ല മാരക രോഗമായിട്ടൊക്കെ ചെവിന്ന് ചോര വന്നെന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ ഇവന്മാർ പറഞ്ഞുണ്ടാക്കും. അതുകൊണ്ടായിരിക്കും നെസ്ലിനെ അറിയാന്ന് തോന്നുന്നത് ഇവരോടൊക്കെ എങ്ങനെ പെരുമാറണം എന്നൊക്കെ നെസ്ലിനെ അറിയാം എന്നാണ് എനിക്ക് അതൊക്കെ കണ്ടിട്ട് മനസ്സിലാവുന്നത്. കാര്യം അല്ലെങ്കിൽ ഇപ്പൊ പുള്ളിക്കാരൻ പറയുമ്പോൾ തന്നെയാണ് ഒരു കുഴപ്പമില്ല സന്തോഷമുള്ളൂ. അങ്ങനെ പുള്ളിക്കാരൻ ആ മാക്സിമം ഒരു ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇനി നെസ്ലിന്റെ തന്നെ വേറൊരു ഈ പടം ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, അതൊന്നും കാണാം. നെസ്ലിൻ ബ്രോ തകർത്തല്ലോ പടം കണ്ടെല്ലാരും ഇഷ്ടമായി. തൂക്കി വിഷു തൂക്കി.
ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോനകത്താണെങ്കിലും പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല കൂളായിട്ട് തന്നെയാണ് ഇവരോടൊക്കെ ഇന്ററാക്ട് ചെയ്തിട്ട് പോകുന്നത്. പുള്ളി അങ്ങനെ അധികം ആരോടും അങ്ങനെ ഭയങ്കര രീതിക്ക് ഇങ്ങനെ ചൂടായിട്ട് സംസാരിക്കുക അങ്ങനെ ഒന്നുമല്ല. പുള്ളിക്കാരൻ നോർമലായിട്ട് തന്നെ എല്ലാവരോടും സംസാരിച്ചിട്ടുള്ള രീതിക്കാണ് പോയത്. പക്ഷെ ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മീഡിയക്കാരുടെ തന്നെ ഒരു അതിപ്രസരം ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതൊന്നും നമുക്ക് കണ്ടുനോക്കാം. ഓഡിയൻസിനോട് കണ്ടിട്ട് ശരി ഓക്കെ, അപ്പൊ ഇതിനകത്ത് നെസ്ലിൻ അങ്ങനെ വേറെ രീതിക്കൊന്നും പെരുമാറുന്നില്ല. പക്ഷേ നെസ്ലിന്റെ ആ ഒരു അവസ്ഥയാണ്, അതായത് ഇപ്പൊ മിക്ക സെലിബ്രിറ്റീസ് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ മീഡിയക്കാരെ അങ്ങോട്ട് കയറി അങ്ങ് ചുറ്റിക്കളഞ്ഞിട്ട് നമുക്ക് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിനകത്തേക്ക് നമ്മൾ എത്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അത് തന്നെയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുക. അപ്പൊ നെസ്ലിന് അധികം ഒന്നും മീഡിയക്കാരോടൊന്നും സംസാരിക്കാനും നിൽക്കുന്നില്ല. പുള്ളിക്കാരൻ എങ്ങനെയെങ്കിലും ഒന്ന് അങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ അതിന് പോലും ഈ മീഡിയക്കാർ സമ്മതിക്കുന്നില്ല എന്നുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇനി ഈ നെസ്ലിന്റെ തന്നെ ഒരു ട്രോളൊക്കെ ഒരു സംഭവം ഉണ്ടായി. നെസ്ലിൻ മറ്റേ തെലുങ്ക് ഓഡിയൻസിനോടൊക്കെ പറയുന്ന ജയ് ബാലയ്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനമൊക്കെ. അപ്പൊ അതിനെ പറ്റിയിട്ട് നെസ്ലിൻ പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതൊന്നും കേട്ടോ. അവിടുത്തെ ഓഡിയൻസ് തെലുങ്ക് ഓഡിയൻസ് പറഞ്ഞതാ, ഞാനായിട്ട് പറഞ്ഞതല്ല. വെറുതെ അവിടെ പോയി സ്റ്റേജിൽ നിന്ന് ബാലയ്യാന്ന് വിളിക്കാൻ പറ്റൊന്നുമില്ലല്ലോ. അവിടുത്തെ സ്റ്റുഡൻസ് എല്ലാവരും ബാലയ്യയുടെ പേര് വിളിച്ച് പറഞ്ഞപ്പോ അത് പറയേണ്ട സിറ്റുവേഷൻ വന്നതുകൊണ്ട് പറഞ്ഞത്. ഓക്കെ, അപ്പൊ കേട്ടല്ല ആ ഒരു സിറ്റുവേഷൻ എന്താണ് നമ്മളത് കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെസ്ലിൻ തെലുങ്ക് അറിയാഞ്ഞിട്ട് ജയ് ബാലയ്യ എന്ന് വിളിച്ച് അങ്ങോട്ട് മാറിയ പോലെയാണ് നമ്മളത് കണ്ടതെന്നല്ല. ട്രോളിനകത്താണെങ്കിലും പല സ്ഥലത്താണെങ്കിലും നമ്മളത് കണ്ടത് അങ്ങനെയാണ്. പക്ഷേ ഇപ്പൊ നെസ്ലിനാണ് അതിന്റെ ബാക്കി സൈഡും കൂടെ പറഞ്ഞത്. അതായത് അത് ചുമ്മാ കയറി അങ്ങ് ജയ് ബാലയ്യ എന്ന് വിളിച്ചതല്ല, അവിടുത്തെ ഓഡിയൻസ് അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായത്. ജയ് ബാലയ്യ എന്നുള്ള രീതിക്ക് പറഞ്ഞപ്പോഴത്തേക്കും അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരൻ ജയ് ബാലയ്യ എന്ന് വിളിച്ചിട്ട് അവിടുന്ന് മാറിയത്. അല്ലാണ്ട് ഇങ്ങനെ പുള്ളി ചുമ്മാ കയറി പറഞ്ഞതല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അത് ആണ് അതിന്റെ ഒരു വേറൊരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ നെസ്ലിന്റെ ഒരു ഇത് ഗ്രാഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഫസ്റ്റ് ആ തണ്ണീർമത്ത ദിനങ്ങളിനകത്ത് ആ ചെറിയൊരു റോളിനകത്ത് വന്ന് അതിനകത്ത് തന്നെ അത്യാവശ്യം ശ്രദ്ധ പിടിച്ചു പറ്റിയൊരു ക്യാരക്ടറാണ് നെസ്ലിന്റെ എന്ന് പറഞ്ഞാൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ പ്രേമല് വന്ന് ഇപ്പൊ ആലപ്പുഴക്കാരൻ വന്ന്. അപ്പൊ എല്ലാം കൊണ്ട് നെസ്ലിന്റെ കരിയർ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സമയത്താണ് ഇമാതിരി കുറെ ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ഒരു വീഡിയോയില് ഒരുത്തൻ കയറി ഇങ്ങനെ. അപ്പൊ അങ്ങനെയുള്ള പല വീഡിയോകളും നമുക്ക് ഈ ഇപ്പൊ നെസ്ലിനെ പോലുള്ള ഒരാൾക്കൊക്കെ അത്യാവശ്യം നെഗറ്റീവായിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. ആ ഒരു നെസ്ലിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആ ഇതേപോലുള്ള വീഡിയോകൾ ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും അത് ഇപ്പൊ ഈ മെയിൻ ആയിട്ട് ഇത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ആൾക്കാർ തന്നെയാണ്. ആൾക്കാർ ഈ സെലിബ്രിറ്റീസിനെ അല്ലെങ്കിൽ ആരാണെങ്കിലും നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനകത്തേക്ക് എത്തിക്കാണ്ടിരിക്കുക. പ്രത്യേകിച്ച് സെലിബ്രിറ്റീസിനെ തന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷനകത്തേക്ക് എത്തിക്കാണ്ടിരിക്കുക. അങ്ങനെ ഇപ്പൊ ഇവർ കയറി പിടിക്കുമ്പോഴും അല്ലെങ്കിൽ ഇവരിപ്പോ തോളിനകത്ത് കഴിയുമ്പോഴത്തേക്കും ചിലർക്കൊന്നും താല്പര്യം ഉണ്ടാവില്ല. ഇവര് തോളിനകത്ത് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കുന്നതൊന്നും താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ നമ്മളെങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ മീഡിയക്കാരെടുത്ത് ഓരോന്നൊക്കെ ആക്കി വെക്കും ഇതിനാ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഭൂരിഭാഗം പേരും ഇതിനകത്ത് കയറി അങ്ങനെ പ്രതികരിക്കാണ്ട് കുഴപ്പമില്ല, തോളിൽ കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ എടുത്തോട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിനകത്തൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കണം. അല്ലാണ്ട് എല്ലാം ഇവർക്ക് താല്പര്യം ഉണ്ടായിട്ടോ എളിയ മനസ്സുള്ളത് കൊണ്ടോ അങ്ങനെയൊന്നല്ല. ഇത് എന്തെങ്കിലും ഇവരുടെ വായൊന്നും അറിയാണ്ട് വീണു പോകാൻ വേണ്ടി കാത്തിരിക്കണതാണ് എല്ലാവരും. അപ്പൊ തന്നെ ഇവരെ കയറി അങ്ങനെ നെഗറ്റീവ് ആക്കി കളയും. അപ്പൊ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നെസ്ലിന്റെ പടമൊക്കെ എന്തായാലും അടിപൊളിയായിട്ട് പോട്ടെ എന്ന് തന്നെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് വീഡിയോയുടെ കമന്റ്. അപ്പോൾ ഇഷ്ടപ്പെട്ടല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ. അടുത്തൊരു വീഡിയോ കാണുന്നവരൊക്കെ ടാറ്റ ബൈ.